ആലപ്പുഴ കായംകുളം എബ്നൈസർ ആശുപത്രിയിൽ പനി ബാധിച്ച് ചികിത്സയിലിരുന്ന 9 വയസ്സുകാരി മരിച്ചു. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ ആശുപത്രിയിൽ പ്രതിഷേധിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സ്വദേശികളായ അജിത് ശരണ്യ ദമ്പതികളുടെ മകൾ ആദിലക്ഷ്മിയെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പനിയെയും വയറുവേദനയും തുടർന്ന് എബനൈസർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുഞ്ഞിന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇന്ന് രാവിലെ ICUയിലേക്ക് മാറ്റി. 8 മണിയോടെ മരിച്ചു. കുട്ടിക്ക് മതിയായ ചികിത്സ നൽകാത്തതാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ പരാതി. തുടർന്ന് ഇവർ ആശുപത്രി വളപ്പിൽ പ്രതിഷേധിച്ചു. ഒരു പനി വന്ന് പനിയെ തുടർന്ന് വയറ്റിൽ വേദനയായി. വേദന വന്ന് ഇവിടെ കൊണ്ടുപോയിട്ട് ഇന്ന് 4 ദിവസമായത്. ഈ 4 ദിവസം കൊണ്ട് കുഞ്ഞിന് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞങ്ങൾ എന്നിട്ടും ചോദിക്കുന്നുണ്ട്, ആശുപത്രി കൊണ്ടുപോകാം, വേറെ മാറി കൊണ്ടുപോകാം. ഇവര് സമ്മതിക്കുന്നില്ല. ഒരു കാണുന്നത് സമ്മതിക്കാറുണ്ട്. ഇന്നലെ ചോദിച്ചു, അപ്പൊ പറയുമ്പോ എല്ലാം ടെസ്റ്റുകളാണ് നടത്താൻ ആവശ്യപ്പെടുന്നത്. ആ ടെസ്റ്റ് എല്ലാം നടത്തുന്നുണ്ട്. ഇത് നടത്തുന്നുണ്ടെങ്കിലും എന്റെ കുഞ്ഞിനെ വേറെ ഹോസ്പിറ്റലിലോട്ട് വിടാൻ അവർ തയ്യാറാകുന്നില്ല. എന്നിട്ട് ഇന്ന് രാവിലെ എന്റെ വൈഫ് ചോദിച്ചു, എന്റെ വൈഫ് പറഞ്ഞു വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം. കായംകുളം DYSP ഉൾപ്പെടെയുള്ളവർ എത്തി ബന്ധുക്കളോട് സംസാരിച്ചാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്തിയത്. കായംകുളം സർക്കാർ LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആദിലക്ഷ്മി. ചികിത്സയിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് എബനൈസർ ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ജനം, ആലപ്പുഴ.